എന്താണ് ഇവിടെ? അവിടെ നിൽക്കടാ. ഇതുവഴി പൊക്കൂടെ? എന്താണ് രാത്രി ഇവിടെ പരിപാടി? സാറേ, ഞാൻ ഫിലിം കൺട്രോൾ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. സാറേ, ഇത് ആസാദ് സാറാണ്, ഡയറക്ടർ. നമ്മുടെ ഗവൺമെൻറ് പ്രോജക്റ്റൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കഴിഞ്ഞ കൊല്ലത്ത് ആഡ് ചെയ്ത സാറാണ്. ആണോ? സോറി സാർ, ആളറിയാതെ. സാരമില്ല. രാത്രി ഏറിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർഡറുണ്ട്. രാത്രി ഇവിടെ കറങ്ങി നടക്കുന്നവരെയൊക്കെ. എടോ, ഞാൻ അതിനൊന്നും പോയതല്ല. പിന്നെ ഓരോ ആളുകൾ അവരുടെ വയറ്റുപിഴപ്പിന് ചെയ്യുന്ന ഇതൊക്കെ അവരുടെ വയറ്റത്തടിച്ചിട്ടല്ലേ നിർത്തണ്ടേ. സിസ്റ്റം ആളുകളുടെ കാര്യം നോക്കുന്നില്ലെന്ന് തോന്നുമ്പം അവരവരുടെ ആയിട്ടുള്ള തൊഴിലുണ്ടെത്തും. അതിപ്പോൾ സിസ്റ്റത്തിന് അക്സെപ്റ്റബിൾ ആയിക്കോണമെന്നൊന്നുമില്ല. അത് മാത്രമല്ല സാർ, കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. ആകെ പ്രോബ്ലമാണ്. ഫെസ്റ്റിവലൊക്കെ അല്ലേ, ശല്യങ്ങൾ. അപ്പോൾ ഇതാണല്ലേ ഫെസ്റ്റിവൽ സ്പെഷ്യൽ ഡ്യൂട്ടി. സാറെന്താ ഇവിടെ? ഞാനൊരു പ്രോജക്റ്റിൻ്റെ എഴുത്തില്ല. പ്രേം സ്വരൂപിൻ്റെയാ. ഇവിടെ സിറ്റി ലോഡ്ജിലാണ് താമസിക്കുന്നത്. അറിയില്ലേ പ്രേം സ്വരൂപിനെ? ഓ, അപ്പോൾ അറിയേണ്ടവരൊക്കെ അറിയാം അല്ലേ? സാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫീച്ചർ പ്രോജക്റ്റ് ആണല്ലേ ഇത്? ഇൻഡിപെൻഡൻറ്റ്. സാർ ചെയ്ത ഡോക്യുമെൻ്ററീസും അസോസിയേറ്റ് ചെയ്ത വർക്ക്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ക്രാഫ്റ്റിനനുസരിച്ചുള്ളത് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളതെന്നാണ് തോന്നുന്നത് സാർ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു ലോസ് ആയിരിക്കും. നിങ്ങൾ സിനിമകളൊക്കെ ശരിക്കും കാണാറുണ്ട് അല്ലേ? കാണാറുണ്ട്. സൊസൈറ്റി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നെ ഫെസ്റ്റിവൽസിനും പോകുമായിരുന്നു. ഇപ്പോൾ വല്ലങ്ങ് വീണിട്ടുണ്ടല്ലേ?
എനിക്കും ഉണ്ടിടും ഇതുപോലെ കുറേ വിലങ്ങൾ. ഞാനൊക്കെ വലിയ ക്രൈസിസിലൂടെ വന്നതാണ്. പ്രേമിൻ്റെ ഫാദറാണ് സ്പോൺസർ ചെയ്തതും പഠിപ്പിച്ചതുമൊക്കെ. പ്രേമാണ് ഇപ്പോഴത്തെ ജോലി ശരിയാക്കിയത്. ഇവിടെ ആയ ശേഷം ശരിക്കും പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ പ്രേമിൻ്റെ വർക്കും. എൻ്റെ പ്രോജക്റ്റുകളെല്ലാം അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഈ ഫിലിം സൊസൈറ്റിയിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? അതെ. അപ്പോൾ ഒരുപാട് ഫിലിംസൊക്കെ കണ്ടു കാണുമല്ലോ, മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ. പണ്ട് കുറേ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ കാഴ്ചയൊക്കെ മൊബൈലിലാണല്ലോ. പണ്ടത്തെ പോലെ സോഷ്യലായിട്ടുള്ള കാഴ്ചയുടെ കൾച്ചർ ഇപ്പോൾ ഇല്ല. അങ്ങനെ കുറേ സിനിമകളൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. വേണ്ട എടുക്ക്. ഞാനും അതിൻ്റെയൊക്കെ വെറും കാഴ്ചക്കാരൻ മാത്രമായിടും. അതൊക്കെ കണ്ട് കുറേ ആഗ്രഹിച്ചിരുന്നു. ചെയ്യാനുള്ള കാര്യങ്ങൾ കുറേ മനസ്സിലുണ്ടായിരുന്നു. നടക്കും സാർ, സമയമാകുമ്പോൾ അതൊക്കെ നടക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത്. അതിനൊക്കെ ഒരു ധൈര്യം വേണം. ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന വർക്കുകൾ മാസ്റ്റർ വർക്കാവില്ല. മാസ്റ്റേഴ്സ് ആൻഡ് സ്ലേവ്സ്. പിന്നെ നിരാശപ്പെടാനൊന്നുമില്ല. ഉദ്യോഗം, ശമ്പളം, പിടിപാട്. എന്താ DGPയെ കൊണ്ട് വിളിച്ച് പറയിക്കണോ എന്നെ ഇവിടെ? വേണ്ട സാർ. സാർ നമ്മൾ ആളറിയാതെ പ്രേം സാറിനോടൊന്നും പറയരുത്. സാരമില്ലടോ. നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നു. ഞാനും ഇതല്ലേ ചെയ്യുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവണമല്ലോ അല്ലേ മിസ്റ്റർ സിനി ഫെയിൽ? ഞാൻ റൂമിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ട്രീറ്റിലൊരു പയ്യൻ ഫ്ലൂട്ട് വായിക്കുന്നതായിട്ട് പുറത്തിറങ്ങിയത്. അവൻ വായിക്കുന്നത് നോക്കി കുറേ നേരം നിന്നു. പിന്നെ അവൻ നടന്നപ്പോൾ അവൻ്റെ ഒപ്പം കൂടി. നടക്കുന്ന വഴി ആകെ അവൻ വായിച്ചു. ഇതുപോലൊരു രാത്രി ഇട്ടിട്ട് എത്ര നാളായി. അത് തലക്കേറി പിടിച്ച ആവശ്യമില്ല ഓരോ. എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് വർക്കെന്ന് നിങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ? എൻ്റെ ഐഡിയാസ് സിനിമയാക്കാനുള്ള ശ്രമം തുടങ്ങിയാണ്. പക്ഷേ അത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. ഇനി അത് പുറത്തിറങ്ങുമ്പോഴേക്കും വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. എന്ത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറല്ലേ? ഈ റൈറ്ററുടെയും ഡയറക്ടറുടെയും ഒന്നും കറക്റ്റ്നെസ് അല്ലല്ലോ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെയും അവരിറക്കുന്ന പണത്തിൻ്റെയും കറക്റ്റ്നെസ്. എൻ്റെ സിനിമയിൽ ഞാൻ പവർ റിലേഷൻസിനെ ക്രിട്ടിക്കലായി കൊണ്ടുവന്നാൽ എൻ്റെ പ്രൊഡ്യൂസർക്ക് അതെങ്ങനെ അക്സെപ്റ്റബിൾ ആവും? അതുമല്ല, ഒപ്രസ്ഡ് ക്ലാസ്സിനോ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയോ ഞാൻ പറയേണ്ടതായിട്ടുള്ള ഒരു സീരിയസ് സ്റ്റേറ്റ്മെൻറ്റ് അത് ഇന്നത്തെ സിനിമയിൽ പോസിബിൾ ആകില്ല. അവൻ്റെ മ്യൂസിക് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ സിനിമ ചെയ്യണമെന്ന് പോലും തോന്നില്ല. എന്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യം പണയം വെച്ച് സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്നവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്? അതിലും നല്ലത് വെറുതെ ഇരിക്കുന്നതല്ലേ? സാർ അങ്ങനെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രേം സ്വരൂപ് അതിന് പറ്റിയൊരു ഓപ്ഷനേ അല്ല. ഞാനത് പറയാണ്ട് തന്നെ സാറിന് അറിയാമല്ലോ. എനിക്കത് അറിയാഞ്ഞിട്ടല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണല്ലോ ഇതല്ല. ഇപ്പം തോന്നുന്ന റിഗ്രറ്റൊക്കെ കെട്ടിറങ്ങുമ്പോൾ മാറും. പക്ഷേ അവൻ്റെ പാട്ടിൻ്റെ കെട്ടിറങ്ങുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ പാട്ടുകളെല്ലാം എനിക്ക് വേണ്ടി മാത്രം വായിച്ചു. അങ്ങനെ ഒരു ഹാപ്പിനെസ് എൻ്റെ വർക്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി പാടുമ്പോഴും അവന് വേണ്ടി കൂടെ പാടാൻ പറ്റുന്നില്ലേ? സാറിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവരുത്. സാറിൻ്റെ വർക്സിനെ വില കുറച്ച് കാണാൻ വേണ്ടി മറ്റുള്ളവനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തെരുവിലെ കലാകാരന്മാരെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മോശം അവസ്ഥയുടെ റിഫ്ലക്ഷനാണ്.
അവരുടെ മേലുള്ള കൗതുകവും സിമ്പതിയുമാണ് നമ്മൾ അവരുടെ ആർട്ടിനെ ഫോളോ ചെയ്യാനുള്ളൊരു കാരണം. അവരിൽ ശരിക്കും നല്ല കലാകാരന്മാരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവിടെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് വയ്ക്കാനുള്ള കലയും കലാകാരന്മാരും ഉണ്ടോയെന്നുള്ളതാണ്. അതിനെങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യുന്നവരുടെ പർപ്പസ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയുള്ളൂ. അതെല്ലാം സാറിനും അറിയാമല്ലോ. ഞാനിപ്പോൾ അതൊന്നും ചിന്തിക്കുന്നില്ല. ഇൻ ദ മിയർ പെർസ്യൂട്ട് ഓഫ് ആർട്ട്. ഇതിലിങ്ങനെ കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടിങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞില്ല. നാളെ രാവിലെ വീണ്ടും തുടങ്ങാനുള്ളതല്ലേ? മനസ്സിലായോ? കള്ളടിച്ചിട്ടല്ല, കലയെ തേടി പോകുന്നതാണ്. അപ്പോൾ കറങ്ങി നടക്കാതെ വിട്ടുപോ. ഓക്കെ സാർ. അല്ലേ? ആ പയ്യൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ പോയി അവനെ സി ഓഫ് ചെയ്തിട്ട് വരുന്ന വഴിയാണ് മിയർ പെർസ്യൂട്ട് ഓഫ് ആർട്ട്. നിങ്ങൾ വിചാരിച്ച പണിക്ക് പോയതല്ല മിയർ പെർസ്യൂട്ട് ഓഫ് ആർട്ട്. നമ്മൾ ആവശ്യമില്ലാതെ കറക്റ്റ്നെസ്സിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നൊന്നും നടക്കില്ലിടും. കലയും നടക്കില്ല, ഒരു ജീവിതം പോലും നടക്കില്ല. അതത്ര ശരിയാണ് സാർ. സിസ്റ്റത്തിനെതിരെ എത്രയോ ആൾക്കാർ നിന്നിരിക്കുന്നു. അവരുടെ സ്ട്രഗിൾസ് അല്ലേ സിസ്റ്റത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിയത്. സാർ ഇങ്ങനെ സറണ്ടർ ചെയ്യാനുള്ള ഒരാളല്ല. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ചിന്തിച്ച സിസ്റ്റത്തിൻ്റെ മാറ്റം പുറകോട്ടായിരിക്കും. ഞാനും നിങ്ങളൊക്കെ ഗവൺമെൻറ് ഭാഗമല്ലേ. നിങ്ങളെന്താ ചെയ്യുന്നത്? ജനങ്ങളെ സംരക്ഷിക്കുന്നു, അവരെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ സഹായിക്കുന്നു എന്നല്ലേ വെപ്പ്. ആരെ സംരക്ഷിക്കുന്നു? ആരുടെ സ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? ഓൺലി ദോസ് ഓഫ് എ സെലക്റ്റഡ് ഫ്യൂ. ഗവൺമെൻറ്റിന് വിധേയപ്പെട്ട് നിൽക്കുന്നവരുടെ, സിസ്റ്റത്തിന് ഭീഷണിയാവാത്തവരുടെ അല്ലേ? ഗവൺമെൻറ് ചെയ്യുന്ന ക്രൈമിനൊന്നും ശിക്ഷയില്ല. കഴിഞ്ഞ ദിവസവും 3-4 നിങ്ങൾ കൊന്ന് തള്ളിയില്ലേ? അവർ ഗവൺമെൻറ്റിനെ എതിർക്കുന്നത് നിങ്ങൾ പറയുന്നു. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ആർക്കോട്ട് അറിയാനും വയ്യ. ഇനി ഇവിടുത്തെ ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പണം എവിടുന്നാണ് വരുന്നത്? അവരെപ്പറ്റി ആലോചിക്കുമ്പോൾ ഈ കാണുന്ന അധികാരികളൊക്കെ വെറും പുഴുക്കളല്ലേ. അപ്പോൾ എന്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത്? ആർക്കെതിരെയാണ് പോരാടേണ്ടത്? രാഷ്ട്രീയ ശത്രു ആരാണെന്ന് പോലും അറിയാതെയാണ് നമ്മുടെയൊക്കെ ഈ വാചക യുദ്ധം. എൻ്റെ ഒരു തൊലിഞ്ഞ ഡോക്യുമെൻ്ററി ഉണ്ട്, ദ പോപ്പുലിസ്റ്റ് ഹോക്സ്. കേട്ടിട്ടുണ്ടാവും. പാരിസ്ഥിതിക അവബോധം വളർത്താൻ ഒതുങ്ങുന്ന സൃഷ്ടിക്ക് അവാർഡ് സംസ്ഥാനം, ദേശീയം, അന്തർദേശീയം വരെ കിട്ടി. ഫണ്ട് ചെയ്തതും അവാർഡ് വന്നതും ഒരേ ആൾക്കാർ. വലിയ രസം അതല്ല. അവരുടെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിനെതിരായിരുന്നു ഡോക്യുമെൻ്ററി. അവർ പറയുന്ന വഴിക്ക് സിനിമ കുറച്ചൊന്ന് തിരിച്ചുവിടും. കലയിലൂടെ ഒരു നെഗോസിയേഷൻ. പ്രൊജക്റ്റ് ഇങ്ങനെ ആയാൽ ആൾക്കാർക്കും പരിസ്ഥിതിക്കും നല്ലത് എന്നുള്ളൊരു ആർട്ടിസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊനൗൺസ് ചെയ്യാനുള്ള കൊട്ടേഷൻ. ഡോക്യുമെൻ്ററി അല്ല, പ്യുവർ ഫിക്ഷൻ. ഇതൊക്കെ ആലോചിച്ച ഒരവസാനവും കിട്ടില്ലടോ. ഒന്നും ചെയ്യാനും പറ്റില്ലെന്നേ. കോംപ്രമൈസ് എന്നൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്ക് കളിയാക്കാം. പക്ഷേ ഈ കളിയാക്കുന്നവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ ജീവിതവും ഒരു കോംപ്രമൈസ് ആണെന്ന്. ഒരു ചെറിയ ചുവട് വെക്കുന്നതിൽ പോലും അതല്ലേ അല്ലേ? സാറ് പറഞ്ഞത് ശരിയാണ്. എല്ലാവരും സേഫ് സൈഡിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കോംപ്രമൈസ് ചെയ്യാതിരിക്കാനുള്ള ധീരതയും ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ക്രിയേറ്റിവിറ്റിയും ഉള്ളവരെ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിപ്ലവം മറ്റുള്ളവരിലൂടെ അല്ലേ? ഫ്ലൂട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവൻ പോയില്ലേ? സാർ സമയം കുറേ ആയി, സാറ് വെക്കോ. എനിക്കും കുറേ പണി ബാക്കി കിടപ്പുണ്ട്. ഇവിടെ നിന്നാൽ ശരിയാവില്ല. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ സാർ. ഓക്കെ. ഒരു ദിവസം തീർന്നു കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാണുകയും കേൾക്കുകയും വേണം. എന്താ പുള്ളി പറഞ്ഞത് ശരിയല്ല? എന്ത്? വാ. അസോസിയേഷൻ മാഗസിനിൽ നീ എന്തോ കഥയോ കവിതയോ ഒക്കെ എഴുതിയത് വായിച്ച് അനിൽ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അവൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെ ആവുമെന്നാണ് തോന്നുന്നത്. സാറെന്താ പറഞ്ഞത്? അത് വായിച്ച് എന്നെയും കുറേ വാരിയതാ. ഒരു മിനിറ്റ്.
അതെ, എന്നെ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ കണ്ട കാര്യം ആരോടും പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും. ശരി സാർ. ശരി.